കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ അദ്ദേഹം തുടർന്ന് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ. ഹൃദയ സംബന്ധമായ കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് മെഡിക്കൽ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അശ്വിൻ പാലാഴി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 3 ദിവസമായി മദനി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ഈ 3 ദിവസമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വേണ്ടത്ര പുരോഗതിയില്ല എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരവും അതേ രീതി തന്നെ തുടരുകയായിരുന്നു. ക്രമാതീതമായി രക്തസമ്മർദ്ദം ഉയരുകയും ഒപ്പം ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ പരിശോധനകൾ ഇന്നും തുടരും. ഹൃദയത്തിൽ കൂടുതൽ പരിശോധനകൾ വേണം എന്നുള്ളതാണ്, ഹൃദയ സംബന്ധമായ പരിശോധനകൾ കൂടുതലായി വേണം എന്നുള്ളതാണ് ഈ മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നത്. ഇന്നും ആ പരിശോധനകൾ തുടരും. നാളെ കൂടി വെന്റിലേറ്ററിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള നിരീക്ഷണങ്ങൾ വേണമെന്നാണ് പറയുന്നത്. എന്തായാലും 10 മണിയോടുകൂടി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. ആ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ലഭ്യമാവുക. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും PDPയുടെ സംസ്ഥാന നേതാക്കളും അടക്കം കൊച്ചിയിൽ തുടരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ചികിത്സ വേണമെങ്കിലും നൽകാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആരോഗ്യാവസ്ഥയിൽ നിലവിൽ പുരോഗതിയൊന്നുമില്ല എന്നുള്ളതാണ് ആശങ്കാജനകമായ വിവരം. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.